അല്ലെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ 8 മണിയായിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ 8 മണിക്ക് എഴുന്നേറ്റിട്ട് ചായയും വെച്ച് നോക്കിയുള്ള കാത്തിരിപ്പാണ് ഈ കാണുന്നത്. ഒന്ന് തിളയ്ക്കേണ്ട ചായയെ ആരെങ്കിലും ഒന്ന് ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഗ്ലാസ്സിലോട്ട് പകർന്ന് കുടിക്കുമ്പോഴത്തേക്കിന് എന്ത് രസമാണ്. തന്നെത്താനെ ഒന്ന് ഇട്ട് കുടിക്കുമ്പോഴറിയാം അതിൻ്റെ പാട്. അപ്പോൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് 3 ഗ്ലാസ്സിലിട്ട് പകർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായയൊക്കെ കുടിക്കണം. രാവിലെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്, വയറ്റിലോട്ടൊന്നും പോകാത്തതുകൊണ്ടാണേ. അപ്പോൾ നമ്മൾ ചായ കുടിയും കഴിഞ്ഞ് കാപ്പി കുടിയും കഴിഞ്ഞ് എല്ലാ കുടിയും കഴിഞ്ഞിട്ട് പോയി കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നു കേട്ടോ. ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ ബീഫോ കോഴിയോ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൊണ്ടുവന്ന ബീഫെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അവിടുന്ന് മുറിച്ച് തന്നതാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കുക്കറിൽ വേവിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കറികളുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല, നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഞാൻ അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് വൈകിട്ട് കഴുകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നല്ല വെയിലിൻ്റെ ചൂട് കാരണം ഒന്ന് കഴുകിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് അത് ഉണങ്ങി കിട്ടുമല്ലോ. ആ സമയം കൊണ്ട് നമ്മുടെ അമ്മ ഇവിടെ ബീഫിനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബീഫ് കറി അമ്മയുടെ വകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വഴറ്റി നമ്മുടെ കുക്കറിൽ വേകാൻ വെച്ച ബീഫും അങ്ങോട്ട് ഒഴിച്ചു നല്ല വൃത്തിയായിട്ട് കറിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ചോറും ഇത്തിരി അവിയലും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നേ. ആക്രാന്തം മൂത്തിട്ടാണോ വിശപ്പുകൊണ്ടാണോ എന്നറിയത്തില്ല, 12 മണി ആയപ്പോഴേ കഴിക്കാൻ കയറി കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ആദ്യം ഞാൻ ബീഫിന് ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മ വെച്ചതുകൊണ്ട് പിന്നെ പറയാനുമില്ലല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അമ്മയുടെ ബീഫ് കറിയും ചിക്കൻ കറിയും കറിവെക്കലും ഒക്കെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം ഭരണം ഞാനാണല്ലോ അടുക്കളയിൽ. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് വാരി കഴിക്കട്ടെ. അപ്പം നമ്മുടെ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പോട്ടെ, ടാറ്റാ.